സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ അടക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു കാർഡ്, ഒരു സഞ്ചാനി കാർഡാണ്. പക്ഷേ ആ സഞ്ചാനി കാർഡിൽ ഒരു രസകരമായ വസ്തുതയുണ്ട്. ഒരു സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ തന്റെ വിഷമം, അതിന്റെ വേദന പങ്കുവച്ച ഒരു കാർഡാണ്. സഞ്ചാനി കാർഡിന്റെ രൂപത്തിലാണ് ആ കാർഡ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ആ വ്യക്തിയിലേക്കാണ് സേതു എന്ന് പറയുന്ന ചവറയിലുള്ള ചേട്ടനാണ്. KML ജീവനക്കാരനായി 25 വർഷം മുമ്പ് വർക്കറായി കയറിയതാണ്. വിരമിക്കുമ്പോഴും വർക്കറായി വിരമിച്ചു. അതിൽ അമർഷമാണോ ആ കാർഡിൽ? അല്ല, 22.5 വർഷം കഴിഞ്ഞപ്പോൾ DCW എന്നും പറഞ്ഞ് MS ഒരു വകുപ്പുണ്ടാക്കി. ഞങ്ങളവിടെ 24 പണിയുള്ളപ്പോഴാണ് ഈ 30,000 ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഈ DCW എന്നും പറഞ്ഞ് ഞങ്ങളതിനകത്ത് കയറ്റിയതും 11,000 ശമ്പളം വാങ്ങിച്ചത്. അപ്പോൾ ഈ 2000 ഈ ഭൂമി കൊടുത്തത് പൊന്നും വിലയ്ക്കാണ്, 2,500 രൂപ വിലയ്ക്കാണ്. ഈ KML വസ്തു ഏറ്റെടുത്ത സമയത്ത് ജോലി ലഭിച്ചവരാണ്. അന്ന് തൊട്ട് എല്ലാം കോൺട്രാക്റ്റിനെ ഏൽപ്പിക്കും ലിസ്റ്റ്. അങ്ങനെ കോൺട്രാക്ടർമാർ മാറി മാറി വരും. 190 രൂപയ്ക്ക് തുടങ്ങി ലാസ്റ്റ് 1,200 സംതിങ് ഒരു ദിവസം ശമ്പളം വന്നപ്പോഴാണ് DCW എന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്തിട്ട് അത് 10 ദിവസമാക്കി ചുരുക്കിയത്. ഞാൻ ഇന്നലെ പിരിഞ്ഞ അമ്മയത്ത് 25 വർഷം പൂർത്തിയാക്കി ഉണ്ടായി പിരിഞ്ഞത്. എനിക്ക് ഒരു മുട്ടായി പോലും വാങ്ങിക്കാനുള്ള ഒന്നും കിട്ടിയില്ലെന്നുള്ളതാണ്. അത് ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ലോക ചരിത്രത്തിൽ കാണത്തില്ല. കാരണം ഇത്രയും വാക്കുകളിലെ വേദനയുണ്ട്, കണ്ണുകളിലും ആ വിഷമം കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ കാര്യം കടപ്പാടം കൊടുത്ത 5 വർഷം വെറുതെ പോയി. 25 ഇനി എനിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും? കാര്യം ഞാൻ കച്ചവടമാണ് ഇപ്പോൾ. 58 വയസ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അഥവാ ഇനി കൂടി വന്ന 2,000 രൂപ പെൻഷൻ കിട്ടത്തോളായിരിക്കും. അതുകൊണ്ടൊന്നും ഒരു കുടുംബം വീട്ടുകാർക്ക് വയ്യാത്ത ആളാ. 5,000 രൂപയുടെ മാസം. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ ചേട്ടൻ ഇന്നലെ ആ സഞ്ചാരി കാർഡ് ആ രീതിയിലാക്കി? പക്ഷേ അത് ഈ ലോകമൊന്നും അറിയട്ടെന്ന് വിചാരിച്ചു. എന്തായാലും അതുപോലെ 10 പേര് അറിയുമല്ലോ. ഇതുവരെ ഈ തൊഴിലാളി ഇവിടെ ഉള്ളത് പോലും MD സാറിന് പോലും അറിയത്തില്ല. മാറി മാറി വരുന്ന MD സാർ പറയുന്ന പോലെ ഇവിടെ അങ്ങനെ തൊഴിലാളി ഉണ്ട്, ഞാൻ പഠിക്കട്ടെ എന്ന് പറയും. അങ്ങനെ പഠിച്ച് എത്ര പേര് മാറിപ്പോന്ന്. MD മാറുന്നല്ലാതെ നമ്മളെ കുറിച്ച് പഠിക്കുന്നില്ല ഒന്നും. അതാണ് കാര്യം. അങ്ങനെ വരുമ്പോ കോടികളുടെ ആസ്തിയാണ് വർഷാവർഷം ലാഭം അടക്കം KML ഉണ്ടാകുന്നത്. 1 സെന്റ് സ്ഥലം എന്റെ അച്ഛന്റെയും കൊച്ചിച്ചന്മാരുടെ കൊടുത്തപ്പോൾ അന്ന് ഒരാൾക്ക് 7 സെന്റ് 55,000 രൂപയാണ്. ആ 21 സെന്റ് സ്ഥലത്തിനകത്ത് എത്ര കോടി രൂപയുടെ മണ്ണെടുത്തെന്ന് നമുക്ക് ഒന്നും കണക്ക് പോലും കൂട്ടാൻ പറ്റത്തില്ല. എന്നിട്ട് ഞങ്ങൾക്കൊരു മുട്ടായി പോലും വാങ്ങിച്ചു തരാത്ത രീതിയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഒഴിവായത്. അത് ഹൃദയം പൊട്ടിക്കൊണ്ടാണ് അവിടെ ഞാൻ ഇന്നലെ പിരിഞ്ഞത്. നമ്മുടെ മണ്ണ് കൊടുത്ത് നമ്മൾ കിടപ്പാടം കൊടുത്തിട്ട് നേടിച്ച ഒരു ജോലിയാണ്. ആ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ അവസാനം കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥ. അത് ഒരു പെൻഷനെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ പിടിച്ചു നിൽക്കാം. വീട്ടുകാർ 5,000 രൂപയുടെ മാസം മാനസിക രൂപയാണ് വീട്ടുകാർ. കാർഡ് കൊടുത്തപ്പം എന്താണ് എല്ലാവരും പറഞ്ഞ ജീവനക്കാർ നല്ല രീതിയിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്ത സമൂഹം അറിയട്ടെ എന്നുള്ളത് 100 പേരിൽ 2 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. 98% ഒക്കെ. കാര്യം ഏത് വകുപ്പ് അങ്ങനെയാണല്ലോ. അതിലും ഒരു പക്ഷം ഈ മീൻ കച്ചവടം ഇപ്പൊ തുടങ്ങിയതാണോ? മീൻ കച്ചവടം ഇതിന് മുമ്പ് ഇച്ചിരി ഉണ്ട്. കാര്യം വേറെ ഈ സജീവമായി മീൻ കച്ചവടത്തിലേക്ക് പോകണം. അല്ലാതെ മാർഗമൊന്നുമില്ല, ജീവിക്കണം. അത്രയേ ഉള്ളൂ. നിങ്ങൾ വന്ന് ഇതെന്ന് അറിഞ്ഞ് ഇത് പകർത്തിയതിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്തരം ആശയം തോന്നാൻ കാരണം എന്താ? കാരണം ഇത് ഈ സഞ്ചാരി കാർഡിന്റെ രൂപത്തിൽ തന്റെ വേദനകൾ കൊണ്ടുവരിക, അത് നമ്മളങ്ങനെ കേട്ട് ശീലിച്ച കാര്യങ്ങളോ കണ്ടതല്ല. എന്റെ ഒരു സുഹൃത്തും കൂടെയാണ് ഇത് പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ രണ്ടിന്റെ കൂടെ ഐഡിയയാണ്. അങ്ങനെ അടിച്ച് അത് വിജയിച്ച് അത് ജനങ്ങൾ അറിയണം എന്നുള്ളതായിരുന്നു. അത്രയേ ഉള്ളൂ. കാര്യം ജീവിതമല്ലേ. ഈ പെർമനന്റ് സ്റ്റാഫുകൾ പോകുന്നത് എത്ര ലക്ഷം രൂപയായിട്ടെന്നറിയാം. അവർക്ക് എത്ര രൂപ പെൻഷൻ ഉണ്ടെന്നറിയാം. ഞങ്ങൾക്കിതൊന്നുമില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നറിയത്തില്ല. അത് ഈ ഗവൺമെൻറ്റെങ്കിലും ഒന്ന് കണ്ട് ഇതിന് ഞങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം. പെൻഷനെങ്കിലും കൊടുത്തണം. ഞങ്ങളിൽ നിന്ന് 58 വയസ്സ് കഴിഞ്ഞവർ ഞങ്ങൾ ഈ DCW ആക്കിയപ്പോൾ അവർ പോയി. അവർ 1 രൂപ പോലും കൈപ്പറ്റാതെ അവർ ജീവിച്ചിരിപ്പുണ്ടോ കാരണത്ത് അതുകൊണ്ട് അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്നും അറിയാതെ പോലും തിരക്കാറില്ല ആരും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. ഭൂമിക്ക് വേണ്ടി കോടികൾ വിലമതിക്കുന്ന ഈ കമ്പനിക്ക് വേണ്ടി മണ്ണ് കോടികൾ വിലമതിക്കുന്ന മണ്ണ് കമ്പനിക്ക് വേണ്ടി കൊടുത്തിട്ട് അനാഥരെ പോലെ ഞങ്ങൾ ഇന്നലെ ഇറങ്ങി. ഇനി അടുത്ത വർഷം ഇതുപോലെ ആൾക്കാർ ഇറങ്ങും. അങ്ങനെ സർക്കാരിനെയും KMLനെയും വാക്ക് വിശ്വസിച്ച് കോടികൾ വിലമതിക്കുന്ന മണ്ണും വസ്തുവും എല്ലാം KMLന് നൽകി ഒടുവിൽ 25 വർഷം KMLന് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു മനുഷ്യന്റെ വേദനയാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ പ്രതിഷേധമാണ് തിരിച്ച് സർവീസിൽ നിന്ന് വിരമിച്ചു കഴിയുമ്പോൾ കയ്യിൽ ഒന്നുമില്ലാതെ വന്ന ഒരു മനുഷ്യന്റെ വേദനയാണ് ഇന്നലെ ആ കാർഡ് രൂപത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രത്യക്ഷപ്പെട്ടത്. അതിന്റെ ആ വേദനയാണ് അദ്ദേഹം സേതു ചേട്ടൻ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തത്. കൊല്ലത്ത് നിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.